അപ്പോൾ അടുത്ത പ്രോബ്ലം ഇതാണ്. എ ക്വാണ്ടം പാർട്ടിക്കിൾ ഓഫ് മാസ് 10⁻⁻20 kg is confined within a length of 1 nanometer in one dimension. The minimum uncertainty in the measurement of velocity of the particle in units of micrometer per second rounded off to the nearest integer is. ഇതാണ് പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത്. അതിൽ മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ പി എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h×2 തന്നിട്ടുണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മിനിമം അൺസർട്ടനിറ്റി ഇൻ ദ മെഷർമെന്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയിലുള്ള മിനിമം അൺസർട്ടനിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. മാസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും തന്നിട്ടുണ്ട്, അത് കാണാനുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയൊരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒന്ന് എന്താണ്? മാസ് ആണ്. മാസ് ഈക്വൽ ടു 10⁻⁻20 kg. പിന്നെന്താ തന്നിട്ടുള്ളത്? ലെങ്ത് വൺ ഡയമെൻഷനിൽ അത് കൺഫൈൻഡ് ആയ ലെങ്ത് എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ആണ്. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ ലെങ്ത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 നാനോമീറ്റർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 10⁻⁻9 മീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അൺസർട്ടനിറ്റി മിനിമം അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ മിനിമം അൺസർട്ടനിറ്റിന്റെ പ്രൊഡക്റ്റിന്റെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് h×2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ റിലേഷൻ ഉപയോഗിക്കാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h×2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഡെൽറ്റ പി എക്സിനെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി എക്സ് അല്ലെ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡെൽറ്റ വി എക്സ് ആണ്. മാസ് ഇൻറ്റു ഡെൽറ്റ വി എക്സ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു മാസ് എം ഇൻറ്റു ഡെൽറ്റ വി എക്സ് ഈക്വൽ ടു h×2. സോ നമുക്ക് കാണേണ്ടത് ഡെൽറ്റ വി എക്സ് ആണ്. ഡെൽറ്റ വി എക്സ് ഈക്വൽ ടു h ക്രോസ് എന്ന് പറയുന്നത് h/2π നമുക്കറിയാം. അപ്പോൾ h×h/2π എന്ന് കൊടുക്കുന്നു. ഇൻറ്റു 2/2 ഓൾറെഡി ഉള്ളത് അവിടെ കൊടുത്തു. പിന്നെ ഇൻറ്റു 1/Δx ഇൻറ്റു എം. ഇതെല്ലാം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. 6.64 ഇൻറ്റു 10⁻⁻34/2 ഇൻറ്റു 3.14 ഇൻറ്റു 2 ഇൻറ്റു 1/Δx ഇൻറ്റു എം. ഡെൽറ്റ എക്സ് 10⁻⁻9 ആണ്, 1 നാനോമീറ്റർ ആണ്. ഇൻറ്റു മാസ് എം എന്ന് പറഞ്ഞാൽ 10⁻⁻20 kg. 10⁻⁻20 kg. അപ്പോൾ ഇത് അറൗണ്ട് എത്ര വരും? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 6.64 അല്ലെ 6 സംതിങ്. ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. സോ ഇത് അറൗണ്ട് 2 വരും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഗെറ്റ് ക്യാൻസൽഡ്. ഈ 10 പവറുകളെല്ലാം ചെയ്യുമ്പോൾ 10⁻⁻34 വരുമ്പോൾ 10⁻⁻5 വരും. 1/2 0.5. അപ്പോൾ 0.5 ഇൻറ്റു അറൗണ്ട് അല്ലേ അറൗണ്ട് 0.5 ഇൻറ്റു 10⁻⁻5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഡെൽറ്റ വി എക്സ് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. പക്ഷെ നമുക്ക് ആൻസർ കാണേണ്ടത് ഇൻ യൂണിറ്റ്സ് ഓഫ് മൈക്രോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിനെ മൈക്രോമീറ്റർക്ക് മാറ്റിയാൽ മീറ്റർ എന്നുള്ളതിന് മൈക്രോമീറ്റർക്ക് മാറ്റിയാൽ എന്ത് വരും? 5 മൈക്രോമീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഡെൽറ്റ വി എക്സ് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. 5 ആയിരിക്കും നിയറസ്റ്റ് ഇൻറ്റീജർ ആയിട്ട് വരിക.